എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. ഷാബു പ്രസാദ് ആണ് കൂടിയുള്ളത്. സർ നമസ്കാരം. സർ നമുക്കറിയാം, ഇന്ന് പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യ ദിനമാണ്. നാളെയാണ് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. 1947 ഓഗസ്റ്റ് 14 എന്ന് പറയുന്നത് ലോകത്തിൽ ഇന്ന് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനുഷ്യത്വരഹിതമായ ഒരുപാട് സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യ പലായനങ്ങൾക്കും ഒരുപാട് സ്ത്രീകൾ അതിഭീകരമായ പീഡനത്തിനിരയായ നിരവധി ആളുകൾ മരണപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഘട്ടമായിരുന്നു. സാധാരണ രീതിയിൽ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സന്തോഷമാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും പിറന്നു വീണത് ഒരുപാട് സങ്കടത്തിലേക്ക് കൂടിയായിരുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരാണ് വിഭജനത്തിന് ഉത്തരവാദി, ആർക്കാണ് അതിന്റെ പേറ്റന്റ്, അല്ലെങ്കിൽ ആരാണ് അതിന്റെ പിതൃത്വം ഏറ്റെടുക്കണം എന്നുള്ള ചർച്ചകൾക്കൊക്കെ ഈ ഇത്രയും വർഷങ്ങൾക്കിടയിലും അവസാനം കണ്ടെത്തിയിരിക്കുക. അല്ലെങ്കിൽ അത് പലർക്കും പല വേർഷൻസ് ഉണ്ട്. യാഥാർത്ഥ്യം എന്തായാലും അവർ അംഗീകരിക്കാനും പോകുന്നില്ല. അതിന്റെ ഭാഗമായാണ് വിഭജന ഭീതി ദിനം എന്ന് പറയുന്ന തരത്തിൽ വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം, അത് സംസാരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സർവകലാശാലകൾക്ക് ഒരു ഉത്തരവ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത് നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനൊരു ദിനം നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നാണ് KSUവിന്റെ SFIയുടെ പ്രതിനിധികൾ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു അടക്കമുള്ള ആളുകൾ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സർ ഈ വിഭജന ഭീതി ദിനം? എന്തിനാണ് അതിന് റെലവൻസ് ഉണ്ടോ? എന്താണ് അതിന്റെ ഒരു സാമൂഹിക പശ്ചാത്തലം? നോക്കൂ, ഈ വിഭജനം 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമാണ്. നമുക്ക് ഒക്കെ സന്തോഷത്തോടെ ആഘോഷിക്കുന്നു, സന്തോഷത്തോടെ കൊണ്ടാടുന്നു. നല്ല കാര്യം, അതിലൊന്നും നമുക്ക് അതിൻ്റെ അകത്തൊന്നും ഒരു തർക്കവുമില്ല. പക്ഷെ 1947 ഓഗസ്റ്റ് 15 ആ പർട്ടിക്കുലർ ദിവസം, ആ ദിവസം എന്നത് നമ്മുടെ രാജ്യത്ത് എത്രത്തോളം സന്തോഷകരമായ ദിനമായിരുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നോക്കൂ, ആ ദിവസം 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ പുലരിയിൽ മഹാത്മാഗാന്ധി ആ ആഘോഷങ്ങളുടെയോ ആ ബഹളങ്ങളുടെയോ ഒന്നും ഭാഗമായി. അദ്ദേഹം അതീവ ദുഃഖിതനായി അങ്ങ് ദൂരെ നൗഖാലി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ. എന്തുകൊണ്ടാണത്? കാരണം അന്ന് സംഭവിച്ചത്, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടി എന്നതുപോലെ തന്നെ, ഒരുപക്ഷെ അതിനേക്കാൾ ഇന്ത്യയുടെ മാത്രമല്ല മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനുഷ്യത്വരഹിതമായ ക്രൂരമായ സംഭവങ്ങളാണ്. മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ പലായനമാണെന്ന് നടന്നത് ആ ദിവസങ്ങളിൽ ഇവിടെ സംഭവിച്ചത്. ലാഹോറിൽ നിന്ന് അമൃത്സറിലെത്തിയ ഒരു ട്രെയിനിൽ, ആ ട്രെയിൻ അവിടെ ആ അമൃത്സർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുമ്പോൾ എന്തോ വല്ലാത്ത ഭീകരമായൊരു നിശബ്ദതയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ ട്രെയിനിന്റെ പല കമ്പാർട്ട്മെന്റുകളിൽ നിന്നും കൈകളും കാലുകളും ഒക്കെ പുറത്തേക്ക് തുറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പലയിടത്തു നിന്നും രക്തമൊഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. ആ ട്രെയിനിൽ നിറയെ ശവങ്ങളായിരുന്നു. ശവങ്ങൾ മാത്രമുള്ള ഒരു ട്രെയിൻ. ഖുശ്വന്ത് സിംഗ് അതിനെപ്പറ്റി ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, ദ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറഞ്ഞത്. അതിന്റെ പിന്നില്, ആ ട്രെയിനിന്റെ പിന്നിൽ നെഹ്റുവിനും പട്ടേലിനുമുള്ള സ്വാതന്ത്ര്യദിന സമ്മാനമാണ് ഈ തീവണ്ടി എന്ന് വലിയ അക്ഷരങ്ങൾ എഴുതി. ഇത് ഇന്ത്യയുടെ എന്നല്ല, മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഒരിക്കലും മറക്കാനാവാത്ത, എന്നും നമ്മെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. എങ്ങനെയാണ് ഈ വിഭജനത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിന് ഒരുപാട് ചരിത്രപരമായ കാരണങ്ങൾ. അതിലേറ്റവും പ്രധാനം ഈ പറഞ്ഞ പോലെ മുഹമ്മദ് അലി ജിന്നയുടെ ആ കടുത്ത പിടിവാശി. പിന്നെ എത്രയും പെട്ടെന്ന്, അതായത് സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ച് ഇവിടെ അധികാരം കൈയാളാനുള്ള, അധികാരത്തിലേക്ക് വരാനുള്ള ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അക്ഷമ, ഇതെല്ലാം ഉണ്ടായി. നോക്കൂ, 1945 രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഇന്ത്യ അടക്കമുള്ള കോളനികളെ കൈവിടാൻ ബ്രിട്ടൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു.
കാര്യം അവർക്ക് ഈ കോളനികളെ കൊണ്ട് നടക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേക്ക് ലോകക്രമം മുഴുവനും മാറി, ടോട്ടൽ ജിയോ പൊളിറ്റിക്സ് മുഴുവനും മാറി, കോളനി വാഴ്ചയുടെ കാലം അവസാനിച്ചു. അവർക്കിത് കൈവിട്ടേ പറ്റുള്ളൂ, കൊണ്ടു നടക്കാൻ കഴിയില്ല. അപ്പോൾ അത് ഇന്നല്ലെങ്കിൽ അവർക്ക് പോയേ പറ്റുള്ളൂ. അതിന്റെ ഭാഗമായി 45-ൽ തന്നെ അതിന്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. ഇടക്കാല ഗവൺമെന്റ് ഇവിടെ രൂപീകരിച്ചിരുന്നു, പ്രൊവിൻഷ്യൽ ഇലക്ഷൻസ് നടന്നിരുന്നു. ജവഹർലാൽ നെഹ്റു ഇടക്കാല പ്രധാനമന്ത്രിയായിരുന്നു. 47-ലെ കാര്യം എല്ലാം പറയുന്നു. പക്ഷെ ഇത് എപ്പോൾ എന്നുള്ളതിനെ പറ്റി ഈ ഔദ്യോഗികമായിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു പിന്മാറ്റം, അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അത് എത്രയും പെട്ടെന്ന് വേണം എന്നുള്ള ഒരു പിടിവാശിയിൽ കോൺഗ്രസ് നിന്നിരുന്നു. ആ ഒരു വാശി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആഗ്രഹം, അതിനിടയ്ക്ക് മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. മുഹമ്മദ് അലി ജിന്ന കടുത്ത ക്ഷയരോഗിയായിരുന്നു. ഈ മുഹമ്മദ് അലി ജിന്ന എപ്പോൾ വേണമെങ്കിൽ അയാളുടെ മരിച്ചു പോകുന്നുള്ളൊരവസ്ഥ തന്നെ അത്രമാത്രം. പക്ഷെ കടുത്തൊരു ദൃഢനിശ്ചയവും വാശിയൊക്കെ ഉണ്ടായിരുന്നു. ആ മുഹമ്മദ് അലി ജിന്ന ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇത് നടന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. അങ്ങനെ ഒറ്റ ഒരു ഇതിലാണ് നടന്നിരുന്നത്. അങ്ങനെയാണ് ആ ഒരു ദൗത്യവുമായിട്ടാണ് മൗണ്ട് ബാറ്റൺ ഇന്ത്യയിലേക്ക് വരുന്നത്. അങ്ങനെ ആ 1947 ജനുവരി 1-നാണ്, ഫെബ്രുവരിയിലാണ് മൗണ്ട് ബാറ്റൺ ഇന്ത്യയിൽ വരുന്നത്. അതുവരെ ഇത് എങ്ങനെ വിഭജനം, എങ്ങനെ ഈ സ്വാതന്ത്ര്യത്തിന്റെ പ്രക്രിയ എങ്ങനെ പൂർത്തിയാക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് മൗണ്ട് ബാറ്റൺ അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. ആ 47 മെയ് മാസത്തിൽ തീരുമാനിക്കുകയാണ് ഓഗസ്റ്റ് 15 ഇത് പൂർത്തിയാകും. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല, ഇത്ര വലിയൊരു രാജ്യം. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും വിളിച്ചിരുത്തി ഒടുവിൽ അവസാനം വിഭജനിക്കാൻ, ഈ രാജ്യം വിഭജിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ ഇഷ്ടത്തിന് പുറകെ മഹാത്മാഗാന്ധി അതിന് കൂടി യോഗത്തിൽ നിന്നല്ല ഇറങ്ങിപ്പോയി, എന്റെ നെഞ്ചിൽ കൂടെ മാത്രമേ ഈ വിഭജനം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴേക്കും മഹാത്മാഗാന്ധിയെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞ സ്ഥിതിക്ക് മഹാത്മാഗാന്ധിയുടെ അഭിപ്രായങ്ങൾക്ക് വില നഷ്ടപ്പെട്ടു. മഹാത്മാഗാന്ധി ആരും മൈൻഡ് ചെയ്യാതായി. അങ്ങനെ ഈ അന്നത്തെ കോൺഗ്രസ്, പ്രധാനമായിട്ടും ജവഹർലാൽ നെഹ്റുവും ഈ മൗണ്ട് ബാറ്റനും തമ്മിൽ നടന്ന ആ ഒരു കളിയുടെ ഫലമായിട്ടാണ് വിഭജനവും നടന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യവും. ഇതെല്ലാം നടക്കുന്നത്. കുറച്ചു കാലം കൂടെ കാത്തിരുന്ന, ഒരു വർഷം കൂടെ കാത്തിരുന്നെങ്കിൽ വിഭജിക്കപ്പെടാത്ത ഒരു ഭാരതം, സ്വതന്ത്ര ഭാരതം ഇവിടെ ഉണ്ടാകുമെന്ന് ഒരു സംശയമില്ല. അത് തന്നെ വളരെ ധൃതി വെച്ച് നടത്തിയപ്പോൾ സിറിൽ റാഡ്ക്ലിഫ് എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെയാണ് അതിർത്തി നിർണ്ണയിക്കാനായിട്ട് നിയോഗിച്ചത്. ഈ സിറിൽ റാഡ്ക്ലിഫ് എന്ന് പറയുന്നത് ജിന്നയുടെ ജൂനിയറായി ലണ്ടനിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു വക്കീലാണ്. അങ്ങനെ ഈ അതിർത്തി പ്രദേശങ്ങളൊന്ന് സന്ദർശിക്കുക പോലും ചെയ്യാതെ തന്റെ മേശപ്പുറത്തിരുന്ന ആ മാപ്പിൽ നീട്ടി വരച്ച ഒരു വരയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി എന്ന് പറയുന്നത്. പലപ്പോഴും നേരം വെളുക്കുമ്പോൾ ഓരോ വീടിന്റെ ഉമ്മറം ഇന്ത്യയിലും പിൻവശം പാകിസ്ഥാനിലുമായിട്ടുണ്ട്. ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഇന്റർനാഷണൽ ബോർഡർ അല്ല ഇത്. ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം എത്ര ഭീകരമായിരിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് മൗണ്ട് ബാറ്റനും നെഹ്റുവും എല്ലാവരും കൂടി ചേർന്ന് ഈ പണി ചെയ്തത്. അതിന്റെ ഫലമാണ് ഇന്ത്യ അനുഭവിച്ചത്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും. ഇതാണ് ആ വിഭജനത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന്, ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്? നമ്മൾ എന്തിനാണ് ഇതൊക്കെ ഓർക്കുന്നത്? ആ മുറിവൊക്കെ ഉണങ്ങി ഇവിടെ ഒക്കെ അങ്ങ് സ്വർഗരാജ്യമായി മനോഹരമായി മാറിയതല്ലേ? നമ്മുടെ ചരിത്രത്തിലെ ഒരു കറുത്ത ഏടാണത്. എത്രയൊക്കെ നമ്മൾ മറച്ചു പിടിച്ചാലും ചരിത്രത്തിനെയും സത്യങ്ങളെയും മറച്ചു വെക്കാൻ കഴിയുമോ? നമുക്ക് മൂടി വെക്കാൻ കഴിയും. പണ്ട് കേട്ടിട്ടില്ലേ, ഹിരൺമയേന പാത്രേണ എന്ന് പറഞ്ഞിട്ടൊരിതുണ്ട്. കാര്യം സത്യത്തിനെ സ്വർണ്ണപാത്രം കൊണ്ട് മൂടിയാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. തീർച്ചയായും നമ്മുടെ തലമുറകൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ വിഭജനം, നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യ ലബ്ധി എന്ന് പറയുന്നത്
ഒരുപാട് ചോരയും വിയർപ്പിന്റെയും വേദനകളുടെയും കൂടെ ഫലമായിരുന്നു. ഒരുപാട് 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 ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ട് നേടിയ ഒരു സ്വാതന്ത്ര്യമായിരുന്നു. ഒഴിവാക്കാമായിരുന്ന ഒരു മഹാദുരന്തമായിരുന്നു. ഇത് നമ്മുടെ തലമുറകൾ അറിയുക തന്നെ വേണം. നമ്മുടെ തലമുറകൾ നമ്മുടെ യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കുക തന്നെ വേണം. പക്ഷേ മഹാത്മാഗാന്ധി ഇവിടെ ഒരു പ്രധാനപ്പെട്ട എതിരാരോപണമായി ഉന്നയിക്കപ്പെടുന്നത്, നമ്മൾ എത്ര നാൾ ഇങ്ങനെ ആ വേദന അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടം ഒരു പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ ഒരു റിലീജിയസ് എക്സ്ട്രീമിസം ഒക്കെ വലിയ ചർച്ചയാവുന്ന ഒരു ഘട്ടത്തിൽ നമ്മളതിങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുക, അത് ശത്രുതയല്ലേ ഉണ്ടാക്കുക എന്നൊരു ചോദ്യമാണ് പ്രധാനമായി ഉന്നയിക്കപ്പെടുന്നത്. അതിനെന്താണ് മറുപടി താങ്കൾ? ആരോടാണ് മനുഷ്യ ശത്രുത ഉണ്ടാക്കുന്നത്? ആരോടാണ് ശത്രുത? ഇവിടെ നമ്മുടെ ആ ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ ശത്രുത ഉണ്ടാകേണ്ടത് ആരോടാണ്? ഈ രാജ്യത്തിന്റെ ശത്രുക്കളോടാണ്. രാജ്യത്തിന്റെ ശത്രുക്കളോടല്ലാതെ ഒരു ശത്രുത ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ വേറൊന്ന് ചോദിക്കട്ടെ, ഇപ്പോഴും നിങ്ങൾ ജർമ്മനിയിലൊക്കെ ഒന്ന് പോയി നോക്കൂ, പോയവർക്കറിയാം, ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഇപ്പോഴും അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. 68 ലക്ഷം ജൂതന്മാരെയാണ് കൊല ചെയ്ത് ഇഞ്ചിഞ്ചായി നശിപ്പിച്ചു കളഞ്ഞത്. യൂറോപ്പിൽ ആകമാനം ഉണ്ടായിരുന്ന 90 ലക്ഷം ജൂതന്മാരിൽ 68 ലക്ഷത്തിനെയും കൊന്നുകളഞ്ഞു. ആ എല്ലുകളും തലയോടുകളും കുഞ്ഞുടുപ്പുകൾ, 2ഉം 3ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകൾ, കളിപ്പാട്ടങ്ങൾ ഇന്നും അങ്ങനെ തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ജോസഫ് മെങ്കലി എന്ന് പറയുന്ന ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞൻ ഈ കുഞ്ഞുങ്ങളുടെ മേളിൽ പരീക്ഷണങ്ങൾ നടത്തിയതിന്റെ തെളിവുകൾ അവിടെ ഉണ്ട്. പച്ച ജീവനോടെ കൈകൾ മുറിച്ചെടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും മാറ്റി മാറ്റി തുന്നിക്കെട്ടുക, എന്നിട്ട് അതുണ്ടാക്കുന്ന വേദനയുടെ ഇമ്പാക്ട്, ശരീരത്തിലുണ്ടാക്കുന്ന ഹോർമോണുകളുടെ വ്യത്യാസം എങ്ങനെയെന്നുള്ളത് പഠിക്കുക, നിരീക്ഷിക്കുക. ഇതിന്റെ എല്ലാം പച്ചയായ തെളിവുകൾ ഇന്നത്തെ തലമുറയ്ക്കും കാണാൻ വേണ്ടിയും അറിയാൻ വേണ്ടിയും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. എന്തിനാണത്? മാനവ ചരിത്രത്തിൽ നടന്ന ഏറ്റവും ഭീകരമായ ഒരു വംശഹത്യയും ക്രൂരതയുമായിരുന്നു അത്, അല്ലേ? അതേപോലെ കംബോഡിയയിൽ പോയാൽ പോൾപോട്ടിന്റെ ക്രൂരതകൾ ഇപ്പോഴും അവിടെ കില്ലിംഗ് ഫീൽഡ് എന്ന് പറയുന്നുണ്ട്. അതായത് കൊച്ചു കുഞ്ഞുങ്ങളെ കാലിൽ പിടിച്ച് വലിച്ചെടുത്ത് അടിച്ചു കൊല്ലുന്ന കല്ലുകൾ, മരങ്ങൾ, പോൾപോട്ടിന്റെ കാലത്തെ കംബോഡിയ ഇന്നും അതവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. വൈ? എന്തിന് ഇത്ര സുഖമുള്ള കാര്യങ്ങളും കേൾക്കാൻ സുഖമുള്ള ചരിത്രമാണോ ഇതൊക്കെ? വൈ? ഇത് അറിയണം. നമ്മുടെ മനുഷ്യ ചരിത്രത്തിൽ ഇങ്ങനെയും നടന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയും നടന്നിട്ടുണ്ട്. ഇത് നമ്മുടെ തലമുറകൾ അറിയണം. ഇവിടെ ആർക്ക് ശത്രുത തോന്നണം? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ ഇത് ഓർക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഈ ദിനം ഇത്രയും ചരിത്ര പ്രസക്തമാണ്? തീർച്ചയായും താങ്കളുടെ ഭാഗം എനിക്ക് പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ട്. ചരിത്രം പഠിച്ച ഈ നിഷ്പക്ഷമായി നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ആരുടെ ഭാഗത്താണ് തെറ്റുണ്ടായതെന്നും ഒക്കെ വ്യക്തമായ ബോധ്യവും എനിക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ ചരിത്രത്തെ ഓർക്കുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ ചരിത്രം ആരെങ്കിലുമൊക്കെ അവരുടെ ഇഷ്ടത്തിന് വളച്ചൊടിച്ച് എഴുതിയ ചരിത്രമല്ല, അല്ലാതുള്ള ചരിത്രം പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യ എന്താണെന്ന് അറിയണം. എന്നാൽ മാത്രമാണ് നാം അന്നത്തെ കഷ്ടപ്പാടും യാതനയും എനിക്ക് മനസ്സിലായി ഞാൻ ഇന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയെ കുറിച്ച് എനിക്ക് ഓർത്ത് അഭിമാനിക്കണമെങ്കിൽ ഞാൻ എന്റെ പൂർവികർ കടന്നുപോയ വഴികൾ അറിയണമെന്ന് ബോധമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഈ പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ ഇങ്ങനൊരു ദിനം ആഘോഷിക്കേണ്ടതില്ല എന്നുള്ളത്? രാഷ്ട്രീയപരമായി ഗവർണർ പറയുന്ന എന്തിനേയും എതിർക്കുക എന്നത് മാത്രമാണോ അവരുടെ ലക്ഷ്യം? അല്ല, അത് മാത്രമല്ല. എന്താ വെച്ചാൽ ഇന്ത്യ രണ്ടായിട്ടല്ല. ഇന്ത്യ ഇവിടെ ഇവിടെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ദേശീയത ഇല്ല. ഇവിടെ പല ദേശീയതകളുടെ ഒരു കൂടിച്ചേരൽ മാത്രമാണ് ഇവിടെ എന്ന് ഇന്നും പറയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. ഇന്ത്യൻ ദേശീയത എന്നൊന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ തിരൂരിലെ തുഞ്ചൻ മലയാള അക്കാദമിയിലെ മലയാള സർവകലാശാലയിൽ നടന്ന ഒരു ചടങ്ങിൽ
എന്താ സനാതനധർമ്മം തുലയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ബാനർ കൊണ്ട് നിന്നാണ്. നമ്മുടെ ദേശീയതയാണ്. ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞാൽ അത് പല ദേശീയതകളുടെ പല സംസ്കാരങ്ങളുടെ ഉള്ളതാണ്, അത് ചേർന്നതാണ് എന്ന് പറയുന്ന ഈ കൂട്ടർക്ക് ഇത് ആവശ്യമാണ്. അവർക്ക് അങ്ങനെയല്ലേ പറയാൻ കഴിയൂ. അവരങ്ങനെയല്ല എന്നാ, ഇന്ത്യ ഒന്നായിട്ടല്ല പലതായിട്ടാണ് വിഭജിക്കേണ്ടത് എന്ന നിലപാടെടുത്തിരുന്നവരാണ് ഈ ഈ കമ്മ്യൂണിസ്റ്റുകാർ. അവരിങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പറയണം മനുജ? അതേപോലെ ഈ വിഭജനത്തിന് കാരണമായ കോൺഗ്രസ്സുകാർ, ആ കോൺഗ്രസ് പാർട്ടി, അവർക്ക് അവരുടെ ചെയ്തികളുടെ ദുഷ്ചെയ്തികൾ ഇന്നത്തെ ഈ കാലത്ത് ഈ തലമുറ ചർച്ച ചെയ്യപ്പെടുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ അവർ അടിയന്തരാവസ്ഥ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ എന്നോ സംഭവിച്ചു പോയതല്ലേ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് നല്ലത് എന്ന് പറയുന്നത് പോലെ ഒരുപാട് ദുഃഖകരമായ കാര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതും ഈ ചർച്ച ചെയ്യപ്പെടണം. ഇവിടെ ഹോളോകോസ്റ്റ് ചർച്ച ചെയ്യുന്നത് പോലെ, പോൾപോട്ടിന്റെ ക്രൂരതകൾ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ, ഹിറ്റ്ലറുടെയും സ്റ്റാലിന്റെയും ക്രൂരതകൾ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ ഈ രാജ്യത്തിൽ നടന്ന ഒരു കൊടിയ അനീതി അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. അതിനെ ഭയപ്പെടുന്നവരാണ് രാജ്യത്തിന്റെ ശത്രുക്കൾ. അതിനെ അവർ എന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വവും അവരുടെ റോളും കൂടെ ഇവിടെ പുതിയ തലമുറ മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ടാണ്. അതാണ് അതിന്റെ വാസ്തവം. മനസ്സിലാവുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക, വിഭജന ഭീതി ദിനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ദിനമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ ചരിത്രം പഠിക്കുന്ന സമയത്ത് നമുക്ക് അന്ന് ചെയ്തു പോയൊരു കാര്യത്തിന് ഇനി ആരെങ്കിലും കുറ്റപ്പെടുത്തുക എന്നൊക്കെ പറയുന്നതൊന്നും നീതിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ചരിത്രം പക്ഷേ പഠിക്കുമ്പോൾ ഇനിയൊരു ഹെയ്റ്റ് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനമായും വേണ്ടുന്നത്. ആ രീതിയിൽ നോക്കേണ്ടതില്ല, ആ രീതി കൂടി നമ്മൾ പരിഗണിക്കേണ്ടതില്ലേ ഇപ്പോ ഈ വിഷയം ഉയർന്നു വരുമ്പോ? കാര്യം നമ്മൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരെ ആരെയോ അല്ലല്ലോ ഈ കുറ്റം പറയുന്നത്. കുറ്റം പറയുകയല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇവിടെ നടന്ന ഈ പറഞ്ഞ പോലെ ഒരു കൊടിയ അനീതി, ഈ രാജ്യത്തോട് നേരെ നടന്ന ഒരു കൊടിയ അനീതി ഇങ്ങനെയും ചരിത്രത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഓർക്കേണ്ടതും നമ്മളത് തലമുറകളത് മനസ്സിലാക്കേണ്ടതും നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ്. എന്തിനാണല്ലെങ്കിൽ നമ്മൾ ചരിത്രം പഠിക്കുന്നത്? നമ്മൾ എന്തിന് ചരിത്രം പഠിക്കുന്നു? നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. നമ്മൾ കടന്നു വന്ന വഴികൾ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കടന്നു വന്ന വഴികളിൽ ഈ രീതിയിലുള്ള കല്ലും മുള്ളും ഭീകരതകളും ഉണ്ടായിരുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നതല്ലേ സത്യസന്ധമായ ഒരു ചരിത്ര പഠനം എന്ന് പറയുന്നത്? അതല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്തായാലും ഗവർണർ എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കുക എന്ന രീതിയിലേക്ക് മാത്രമായി കാര്യങ്ങൾ കാണുന്നു. ഇതിൽ പക്ഷേ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ CPM-നുണ്ട് എന്ന് പറയാതെ വയ്യ. ചരിത്രം പഠിക്കേണ്ടത് തന്നെയാണ്. അത് ഏതെങ്കിലും ഒരു ദിനത്തിൽ മാത്രം പഠിക്കേണ്ടതുമല്ല. അത് നിഷ്പക്ഷമായി നിന്നുകൊണ്ട് അത് വളരെ കൃത്യമായി എന്ത് വഴിയിലൂടെയാണ് നമ്മൾ കടന്നു വന്നതെന്ന് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന ചരിത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ എഴുതി വെക്കുന്ന ചരിത്രമോ പറയും. മനുജ, എന്തിനാണ് ഇവർ സംവാദങ്ങളെ ഭയപ്പെടുന്നത്? ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത്? അവർ അവരുടെ വേർഷൻ പറയട്ടെ. അതല്ലേ ആരോഗ്യകരമായ ഒരു സംവാദ സംസ്കാരം എന്ന് പറയുന്നത്. ഏതോ കാലത്ത് നടന്ന, ഇപ്പം പണ്ട് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നേരെ നടന്നിട്ടുള്ള അനീതികൾ അത് ഇന്നും ഈ സമൂഹം ചർച്ച ചെയ്യുന്നില്ലേ? ഇന്നും അത് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ ഇതെല്ലാം വേണ്ടതാണ്. അത് അത്രയല്ലേ പറയുന്നുള്ളൂ. അതിനെ എന്തിനാണ് അവർ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത്? വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. എന്തായാലും ചരിത്രം പഠിക്കേണ്ടതാണ്. ചരിത്രം പഠിക്കരുതെന്ന് പറയുന്നവരെയാണ് പേടിക്കേണ്ടതെന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് നാളെ, ഓരോരുത്തർക്കും നിക്ഷിപ്തമായ താല്പര്യങ്ങൾ ഉണ്ടാകും. ആ താല്പര്യങ്ങളല്ല വേണ്ടുന്നത്. യാഥാർത്ഥ്യത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുക, പഠിക്കുക. പ്രത്യേകിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ ചർച്ചകളെ, സംവാദങ്ങളെ എതിർക്കുന്ന രീതിയോട് ഐക്യപ്പെടാനും സാധിക്കില്ല. ഒരുപാട് നന്ദി സാർ, നമ്മളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.